ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ലുക്ക് തോന്നി എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടണം. ഏതൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ പോകുകയാണെന്ന് ഞാനും വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചു. എന്നാൽ എനിക്കും നിങ്ങൾക്കും തെറ്റി. നമ്മളിൽ പലരും ചിലപ്പോൾ ഈ രൂപം മറന്നിട്ടുണ്ടാവും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 2023 മെയ്യിൽ കുത്തേറ്റ് മരിച്ച 23 വയസ്സുള്ള വന്ദന എന്ന യുവ ഡോക്ടറെ നമുക്ക് ഓർമ്മയുണ്ടാവും. മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായി 23-കാരിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള കൊടും ക്രിമിനലാണ് മുകളിലെ ഫോട്ടോയിൽ നമ്മൾ അപ്പളെ കണ്ടത്. ഈ ചെറ്റ മയക്കമരുന്നിൻ്റെ ലഹരിയിൽ മുൻപിൽ വന്ന് പെട്ടുപോയ ആ 23 വയസ്സ് മാത്രം പ്രായമുള്ള ആ പാവം ഡോക്ടറെ കുത്തിക്കൊന്നത്. 1 വർഷം കൊണ്ട് അവൻ്റെ ഒരു ഗെറ്റപ്പും വളർച്ച നോക്കും. ഉടയാത്ത ഷർട്ടും ശരീരവും തിന്ന് കൊഴുത്ത് സുഖിച്ച് കഴിയുന്ന ജയിൽ. ഇതാണ് നമ്മളുടെ നിയമവ്യവസ്ഥ ഇവിടുത്തെ. അത് നമ്മുടെ നാട്ടുകാരുടെ ചിലവിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സും കാര്യങ്ങളായിട്ടുള്ള ജയിലിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ടാക്സ് അടച്ച പൈസ, നാട്ടുകാരുടെ പൈസ, നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ഇവനൊക്കെ തീറ്റിപ്പോറ്റും ജയിലിൽ. 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം, ജയിലിൽ ഉണ്ട് ഉറങ്ങി തിന്നു കൊഴുത്ത് ചുറ്റും പോലീസ് അകമ്പടിയോടെ മേയുകയാണ് അവൻ. നിയമത്തിൻ്റെ പഴുതുകളിലൂടെ എന്തെങ്കിലും രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നു. നമ്മുടെ കാലഹരണം പെട്ടെന്ന് ഈ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.